ഈ ലോകം നമുക്ക് തരുന്ന ഉയർച്ചകളും മാന്യതകളും സ്നേഹവും സമ്പത്തും സകല വാഗ്ദാനങ്ങളും താൽക്കാലികമാണ്. നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണോ അവരത് ചെയ്യുന്നത്? അത് ലഭിക്കാതെ വരുമ്പോൾ അവർ ഓരോന്നായി അത് തിരിച്ചു ചോദിക്കും. എന്തിനു പറയുന്നു? ചിലപ്പോൾ അവർ ശത്രുക്കളും ആയി മാറും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം ഈ വർഷത്തിൻ്റെ അവസാനത്തെങ്കിൽ നമുക്ക് വീണ്ടും കാണുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ലോകം തരുന്ന വാഗ്ദാനങ്ങൾക്കെല്ലാം താൽക്കാലികതകളുണ്ട്. ദൈവം തരുന്നത് എന്നും നിലനിൽക്കും. ദൈവത്തിൽ നിന്ന് മാത്രമേ നിത്യമായത് ലഭിക്കുകയുള്ളൂ. ആ നിത്യമായതിനെ കുറിച്ചുള്ള ഒരു പ്രത്യാശയുള്ള മനുഷ്യർ അത് തന്നെ ആശിച്ചുകൊണ്ട് ഈ ലോകത്തിലെ സകല വാഗ്ദാനങ്ങളോടും അവൻ അതെല്ലാം വേണ്ട എന്ന് വയ്ക്കും. ഈ ലോകത്തിരുന്ന പൂഴ്ചയ്ക്കും മാനത്തിൻ്റെ മുൻപിൽ അവൻ ഒരിക്കലും അവൻ്റെ മാന്യതയെയും അവൻ്റെ സ്നേഹത്തെയും അടിയറ വയ്ക്കുകയില്ല. അവൻ നിത്യമായതിനു വേണ്ടി കാക്ഷിക്കുവാനുള്ള ഒരു വലിയ ഹൃദയം പ്രാപിച്ചവനായിരിക്കും. ഈ ദർശനത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്ന വ്യക്തി അബ്രഹാമാണ്. അബ്രഹാമിനെ കുറിച്ച് സ്തേഫാനോസ് പ്രസംഗിക്കുമ്പോൾ അവിടെ പ്രത്യേകമായി സ്തേഫാനോസ് എടുത്തു പറയുന്ന ഒരു കാര്യം, മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിച്ചു കൊടുക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകുമ്പോൾ ഒരു കാലടി ദേശം പോലും ഞാൻ നിനക്ക് ആ ഭൂമി അവിടെ നിനക്ക് അവകാശമായി തരികയില്ല. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം അത് വിശ്വസിച്ചു, അത് സമ്മതിച്ചു. അതിനെന്താ കാരണം? നമുക്ക് അവകാശമില്ലാത്ത ഒരു നാട്ടിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ നമ്മെ ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ പോകുമോ? ഇല്ല. അബ്രഹാമിനെ സംബന്ധിച്ചോളം താൻ സന്നദ്ധനായിരുന്നു. കാരണം താൻ കണ്ട ദൈവം തൻ്റെ അപ്പനായ തേരഹ് വിറ്റ ബിംബങ്ങളെ പോലെയുള്ള വിഗ്രഹങ്ങളെ പോലെയുള്ള ദൈവമല്ല, ഊമരായിട്ടുള്ള ദൈവങ്ങളല്ല, സങ്കല്പങ്ങളല്ല, യാഥാർത്ഥമായി സംസാരിക്കുന്ന ദൈവം, തേജോമീനായ ദൈവം, സർവശക്തനായ ദൈവം. ആ ദൈവത്തിൻ്റെ തേജസ്സിനെ കണ്ടപ്പോൾ ഇങ്ങനെയൊരു ദൈവം, ജീവനുള്ള ദൈവം, മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവമുണ്ടോ എന്ന് അബ്രഹാമിന് വിശ്വാസം വർദ്ധിച്ചു. തനിക്കങ്ങ് അതിശയം കൂറിപ്പോയി. ഒന്നും തന്നില്ലെങ്കിലും ശരി, ഈ ദൈവം പറയുന്നത് മുഴുവനും കേട്ട് വിശ്വസിച്ച് അതിൻ്റെ പുറകെ പിൻപറ്റുവാൻ അബ്രഹാം കഠിന നിശ്ചയം പൂണ്ടവനായി ഇറങ്ങിത്തിരിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എങ്കിലും അബ്രഹാം വിശ്വസിച്ചു എന്നുള്ളതായ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ദൈവം താനും തൻ്റെ വാഗ്ദത്തങ്ങളെ അബ്രഹാമിന് നിവർത്തിച്ചു കൊടുക്കുവാൻ അങ്ങ് 100% അങ്ങ് പെട്ടെന്ന് ഒരുപെടുന്നില്ല. പരീക്ഷണങ്ങളിൽ കൂടെ അബ്രഹാമിനെ നടത്തിയുണ്ടായി. അബ്രഹാമിൻ്റെ ജീവിതം മുഴുവനും പരീക്ഷകളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം അബ്രഹാം സ്വസ്ഥനായിരിക്കുമ്പോൾ പെട്ടെന്നൊരു വാർത്ത വന്നു. ശത്രുക്കൾ വന്ന് തൻ്റെ സഹോദര പുത്രനായ ലോത്തിനെയും അവൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അവൻ്റെ സമ്പത്തുകളും എല്ലാം അപഹരിച്ചു കൊണ്ടുപോയി. ദേശത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. സോദോം രാജാവിനോട് യുദ്ധം ചെയ്ത് സോദോം രാജാവിനെ തോൽപ്പിച്ച് സമ്പത്തുകളും ആൾക്കാരെയും എല്ലാം പിടിച്ചുകൊണ്ടുപോയി എന്ന് അബ്രഹാമിന് അറിവ് കിട്ടി. തൻ്റെ വീട്ടിലുണ്ടായിരുന്ന അഭ്യാസികളായിട്ടുള്ള സേവകരെയും കൊണ്ട് അബ്രഹാം പല സംഘങ്ങളായി ചേർന്ന് ശത്രുക്കളുടെ പുറകെ പോയി അവരെ തോൽപ്പിച്ചു. നഷ്ടപ്പെട്ടതൊക്കെ തൻ്റെ സഹോദരപുത്രനെയും ലോത്തിനെയും ഭാര്യയും സഹോദര കുഞ്ഞുങ്ങളെയും എല്ലാം സമ്പത്തും എല്ലാം തിരികെ കൊണ്ടുവന്നു. ദേശത്ത് വലിയ ഒരു സന്തോഷത്തിൻ്റെ വാർത്തയുമായി അബ്രഹാം തൻ്റെ കൊള്ള മുതലുകളുമായിട്ടൊക്കെ വരുമ്പോൾ സോദോം രാജാവ് തന്നെ എതിരേറ്റ് ചെന്നു. സോദോം രാജാവ് വളരെ സന്തോഷമുള്ളവനായി അബ്രഹാമുമായിട്ട് ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്തതിന് ശേഷം പെട്ടെന്ന് അബ്രഹാമിന് ഒരു വലിയ മോഹന വാഗ്ദാനം, അങ്ങനെയുള്ളൊരു വാഗ്ദാനം മനുഷ്യർ കേൾക്കാൻ കാത്തിരിക്കുക. അബ്രഹാമിനോട് സോദോം രാജാവ് പറഞ്ഞു, ആൾക്കാരെ എല്ലാം എനിക്ക് തന്നേക്കുക, ഈ സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിൻ്റെ മുൻപിൽ കിട്ടിയിരിക്കുന്ന ഒരവസ്ഥയെ നോക്കൂ. തനിക്ക് തൻ്റെ ആജീവനാന്തം തലമുറകൾക്കായി കരുതി വയ്ക്കുവാൻ, സമ്പാദിച്ചു വയ്ക്കുവാൻ, കൂട്ടി വയ്ക്കുവാൻ, ഒന്നിനും ഒരു ദുഃഖവുമില്ലാതെ കഴിയത്തക്ക രീതിയിലുള്ള സമ്പത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് സോദോം രാജാവ് അബ്രഹാമിനോട് പറഞ്ഞത്. ദേശത്തുള്ളതായ സമ്പത്തിൻ്റെ എല്ലാം ഒരവകാശി, ഒരു വാക്ക്, ആ ഒരു വാക്കിന്മേൽ നിന്നുകൊണ്ട് നിയമപരമായി എന്ത് കാര്യങ്ങൾ വേണേലും സമ്പത്ത് വേണേലും അബ്രഹാമിന് എഴുതിയെടുക്കാൻ, ചെക്ക് എഴുതിയെടുക്കുന്നത് പോലെ. പക്ഷെങ്കിൽ അബ്രഹാം സോദോം രാജാവിനോട് പറയുന്ന വാക്ക് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ
നീ എന്നെ വലിയവനാക്കി സമ്പന്നനാക്കി എന്ന് ഒരു ദിവസം പോലും നീ പറയാതിരിക്കേണ്ടതിന് നിന്റെ സമ്പത്തിൽ നിന്ന് ഒരു ചരടാകട്ടെ, ചെരുപ്പിൻ്റെ ഒരു വള്ളിയാകട്ടെ, ഒരു വാറാകട്ടെ ഞാൻ എടുക്കയില്ല, അതെല്ലാം നീ എടുത്തുകൊള്ളുക എന്ന് അബ്രഹാം സന്തോഷത്തോടുകൂടെ സോദോം രാജാവിനോട് നല്ല നിശ്ചയത്തോടുകൂടി പറയുകയുണ്ടായി. ഇങ്ങനെ ഒരു പരീക്ഷാഘട്ടം, ഒരു സമ്പത്തിൻ്റെ വലിയൊരു ഉറവിടം, ഒരു മഹത്തായ വാഗ്ദാനം അബ്രഹാമിൻ്റെ മുൻപിൽ കൊണ്ടുവന്നത് ദൈവം അനങ്ങാതെ ഒളിച്ചിരുന്ന് കേട്ടുകൊണ്ടിരുന്നു. ഈ സാഹചര്യത്തിൽ അബ്രഹാം എന്ത് പറയും? അവന് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനം, ഒരു സംരക്ഷണം, വലിയൊരു സമ്പത്തിൻ്റെ ഒരു അവകാശം അവൻ്റെ മുൻപിൽ ഇതാ വച്ചു നീട്ടുന്നു. സോദോം രാജാവ് രാജകീയ അധികാരത്തോടുകൂടി അവൻ്റെ മുൻപിൽ വെച്ച് നീട്ടുകയാണ്. പക്ഷെങ്കിൽ അബ്രഹാം പറഞ്ഞു, നീ എന്നെ സമ്പന്നനാക്കിയെന്ന് നീ ഒരിക്കലും പറയാതിരിക്കേണ്ടതിന് അതൊരിക്കലും ഞാൻ വാങ്ങിയില്ല. എന്നെ സമ്പന്നനാക്കുന്നവൻ ദൈവമാണ്. ദൈവം ആ വാക്ക് കേട്ടപ്പോൾ അതിനിങ്ങേപ്പുറത്ത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ വാക്യത്തിൽ ഇങ്ങനെ ദൈവം അവന് വെളിപ്പെട്ടുകൊണ്ട് പറയാണ്, അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം നിന്റെ സമ്പത്തുമാകും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ അബ്രഹാമിൽ നിന്ന് സോദോം രാജാവിന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുന്നിടം വരെ ദൈവം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ല. ഇവിടെ വലിയ ഒരു മർമ്മം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണെന്നറിയാം? ദൈവം കൊടുത്തതായ വാഗ്ദത്തം യഥാർത്ഥമായി അബ്രഹാമിനോട് ദൈവം പറഞ്ഞാൽ മതി, നീ അവൻ്റെ നിന്നൊന്നും വാങ്ങിക്കേണ്ട, ഞാൻ നിനക്ക് സമ്പത്തിനെ തരാം എന്ന് ദൈവം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെങ്കിൽ ദൈവം അതിനോടുകൂടെ ഒന്നുകൂടെ ആദ്യം കൂട്ടിച്ചേർത്തു, ഞാൻ നിന്റെ പരിചയമാകുന്നു, ഞാൻ നിന്റെ സമ്പത്താകുന്നു. അതെന്താണ് ഈ പരിചയം സമ്പത്തും കൂടെ കൂട്ടിച്ചേർക്കാൻ കാര്യം? നമുക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും ശത്രുക്കൾക്ക് ഒരു നിമിഷം മതി അത് അടിച്ചു മാറ്റി കൊണ്ടുപോകും. കള്ളൻ അത് മോഷ്ടിച്ചു കൊണ്ടുപോകും, അത് അപഹരിച്ചു കൊണ്ടുപോകും. ഇനിയും ആ രാജാക്കന്മാർ ശത്രുക്കൾ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. നിനക്ക് യുദ്ധം ചെയ്ത് നിൽക്കുവാൻ കഴിവില്ലാത്തതായ ചില സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. നീ വാർദ്ധക്യത്തിൽ വന്നേക്കാം, നിന്റെ തലമുറ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വന്നേക്കാം. ബലഹീനമായ സാഹചര്യങ്ങൾ നിന്റെ മുൻപിൽ വന്നേക്കാം. പിടിച്ചു നിൽക്കാൻ കഴിവില്ലാതെ, നിന്റെ സമ്പത്തിനെ സൂക്ഷിക്കുവാൻ കഴിവില്ലാതെ, നിന്റെ ആരോഗ്യത്തെ സൂക്ഷിക്കുവാൻ, നിന്റെ അധികാരത്തെ സൂക്ഷിക്കുവാൻ, നിന്റെ വസ്തുതവകകളെ സൂക്ഷിക്കുവാൻ, നിന്റെ ജനങ്ങളെ, നിന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും സൂക്ഷിക്കുവാൻ, നിന്റെ കുടുംബത്തെ സൂക്ഷിക്കുവാൻ കഴിവില്ലാത്ത ബലഹീനമായ ഒരു സാഹചര്യം നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. പക്ഷെങ്കിൽ ദൈവത്തിന് അബ്രഹാമിനോട് ഒരു കാര്യം വാഗ്ദാനം ചെയ്യേണ്ടതായിരുന്നു. അവൻ്റെ ബലഹീനതയിൽ ശത്രുക്കൾ അവനെ ആക്രമിക്കാതിരിക്കേണ്ടതിന് ദൈവം കൊടുക്കുന്ന സമ്പത്തിന്മേൽ ഒരു കാവൽ, ഞാൻ നിന്റെ പരിചയമാകുന്നു. എന്താണ് ഈ പരിചയം എന്നറിയാമോ? ശത്രുക്കളിൽ നിന്ന് വരുന്ന സകല യുദ്ധങ്ങൾക്കും വാളുകൊണ്ടുള്ള വെട്ടിനും കുന്തം കൊണ്ടുള്ള കുത്തിനുമെല്ലാം അക്കാലത്ത് രാജാക്കന്മാർ പൊരുതിയിരുന്നത് ഇടത് കൈയിൽ പരിച, വലത് കൈയിൽ വാള്. തടഞ്ഞു നിർത്തുന്നത് പരിചയമാണ്. ദൈവം അബ്രഹാമിനോട് അവന് കൊടുക്കുന്നതായ സമ്പത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തതായ കാര്യം, ഞാൻ നിനക്ക് പരിചയമാകുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ നേരെ വരുന്നതായ ഏത് വാളിനെയും ഏതൊരു യുദ്ധത്തെയും തടഞ്ഞു നിർത്തുവാൻ ദൈവം അവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ നിന്റെ സമ്പത്ത് സുരക്ഷിതമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം തരുന്നത് അല്പമാണെങ്കിലും അതിന്മേലൊരു സുരക്ഷിതമുണ്ട്, കാവലുണ്ട്. ശത്രുക്കൾക്ക് അത് പിടിച്ചെടുക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ വർഷത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. പലപ്പോഴും മോഹവാഗ്ദാനങ്ങളുടെ മുൻപിൽ നാം മയങ്ങിപ്പോയിട്ടുണ്ട്. നമ്മൾ അതിനെ അനുധാവനം ചെയ്തിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മളെ മോഹിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ വാഗ്ദാനം ചെയ്തവരും സ്നേഹിച്ചവരും നമ്മളെ ഉയർത്തിയവരും നമ്മളെ താങ്ങിയവരും നമ്മളെ എന്തെങ്കിലും നന്മകൾ കൊണ്ടൊക്കെ നമ്മളോട് സ്നേഹം പ്രകടിപ്പിച്ചവരുമൊക്കെ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചും കൊണ്ടാണ്. നിന്റെ ശക്തിയെയും നിന്റെ കൂടെയുള്ള സഹായികളെയും അഭ്യസ്തവിദ്യരായിട്ടുള്ള ചിലരെയും അല്ലെങ്കിൽ അഭ്യസിച്ചതായ ചില സഹായികളെയൊക്കെ കണ്ടുകൊണ്ട്, നിന്റെ കൂടെയുള്ളതായ ചില പടയാളികളെ കണ്ടുകൊണ്ട്, യുദ്ധം ചെയ്യുവാൻ അഭ്യസിച്ചവരായ ചില ആരോഗ്യമുള്ള ചില യുവാക്കളെ കണ്ടുകൊണ്ടായിരിക്കാം അവരതൊക്കെ പറഞ്ഞത്. പക്ഷെങ്കിൽ ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നീ വരും. അന്ന് നിനക്ക് അവരുടെ കയ്യിൽ നിന്ന് ഈ വലിയ മോഹങ്ങളൊന്നും അല്ലെങ്കിൽ ഈ വാഗ്ദാനങ്ങളൊന്നും നിനക്ക് ലഭിക്കാൻ സാധ്യതയില്ല. കാരണം നീ ബലഹീനനാണ്. എന്നാൽ ദൈവം നിനക്ക് തരുമ്പോൾ അതിൻ്റെ കൂടെ ആദ്യം തരുന്നത് പരിചയമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വമുണ്ടാകും. ഏത് ശത്രുവിനെയും തടഞ്ഞു നിർത്തുവാൻ, താങ്ങി നിർത്തുവാൻ, യുദ്ധത്തെ തടഞ്ഞു നിർത്തുവാൻ, ഏത് വെട്ടിനെയും അല്ലെങ്കിൽ ഏത് വാളിനെയും
ഏത് കുന്തങ്ങളെയും ഏത് ശരങ്ങളെയും തടഞ്ഞു നിർത്തുവാനുള്ളതായ ശക്തിയുള്ള ഒരു പരിച. ആ പരിചയുടെ പിൻപിലാണ് ദൈവം അബ്രഹാമിന് സമ്പത്താണെന്ന് പറഞ്ഞത്. ഈ പരിച മുന്നിൽ കാണുമ്പോൾ ഒരു ശത്രുക്കൾക്കും അടുക്കാൻ കഴിയില്ല. നമ്മുടെ സമ്പത്തെല്ലാം കൂടുതലും നമ്മൾ ചിലവഴിക്കുന്നത് നമ്മൾ സംരക്ഷണത്തിന് വേണ്ടിയാണ്, സുരക്ഷിതത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഭവനം നമ്മൾ പണിയുമ്പോൾ ആ സുരക്ഷിതമുള്ളൊരു ഭവനമാണ് നമ്മൾ കൂടുതൽ പണം ചിലവഴിക്കുന്നത്. അതിന് ഉറപ്പുള്ള ഭിത്തി ഉണ്ടാക്കുന്നു, ഉറപ്പുള്ള ഒടാമ്പലുകൾ ഉണ്ടാക്കുന്നു, വാതിലുകൾ ഉണ്ടാക്കുന്നു, പൂട്ടുണ്ടാക്കുന്നു. എന്താണെന്നറിയാമോ? ശത്രുക്കൾ കയറരുത്, ഏതെങ്കിലും ഒരു മോഷ്ടാവിതിൽ പ്രവേശിക്കരുത്. അതുകൊണ്ട് വാതിലുകൾക്കെല്ലാം അല്ലെങ്കിൽ കെട്ടുറപ്പുള്ളതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനാണ് കൂടുതൽ ശ്രദ്ധ. ശത്രുക്കൾ കയറാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? എന്നാൽ ദൈവം നമുക്ക് തരുമ്പോൾ ആദ്യം പരിചയമാണ് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. സമ്പത്തല്ല. ഈ ലോകത്തിൽ നമ്മൾ സമ്പത്ത് ഉണ്ടാക്കിയതിന് ശേഷമാണ് അതിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ദൈവം നമുക്ക് തരുമ്പോൾ അതിൻ്റെ സുരക്ഷിതമാണ് ആദ്യം. ദൈവം കാവലാണ് ആദ്യം ഏർപ്പെടുത്തുന്നത്. ആ കാവൽ ഏർപ്പെടുത്തിയതിന് ശേഷം ആർക്കും നമ്മൾ അടുക്കാൻ കഴിയാത്തതായ ഒരന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ജീവന് ഭക്തിക്കും ആവശ്യമായതൊക്കെയും തരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം അബ്രഹാമിനോട് ദൈവം സകല സമ്പത്തെന്നും പരിചയമെന്നും പറഞ്ഞപ്പോഴും ഒരു കാര്യം അവൻ്റെ മുൻപിൽ നിഴലിച്ച് കിടപ്പുണ്ട്. ഒരു കാലടി ദേശം പോലും ഞാൻ നിനക്കിവിടെ അവകാശമായി തരികയില്ല. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന് എന്തിന് കാലടി ദേശം? എന്തിനവിടെ ഭൂമി? അബ്രഹാമിനെ സംബന്ധിച്ചോളം അവനിരുന്ന് കണക്ക് കൂട്ടാൻ അറിയാവുന്നവനാണ് അബ്രഹാം. അബ്രഹാമിന് നല്ലതുപോലെ സംസാരിക്കാൻ അറിയാം. ദൈവത്തോട് ഓരോ കാര്യങ്ങൾ അക്കമിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട്. ദൂതന്മാരോട് സംസാരിച്ചു. അവൻ പാർക്കുന്ന ദേശത്തെല്ലാം സംസാരിക്കുവാൻ വിദഗ്ധനാണ്. എന്നാൽ അബ്രഹാം കണക്ക് കൂട്ടിയപ്പോൾ അവനൊരു കാര്യം ബോധ്യമായി. ഈ സമ്പത്തിനേക്കാൾ വലിയ തേജോമയത്വം ദൈവത്തിലുണ്ട്. ദൈവത്തിലുള്ള ആശ്രയമുണ്ടെങ്കിൽ ഈ ലോകത്തിലെ സർവ്വസമ്പത്തിനേക്കാളും ദൈവത്തിലുള്ള ആശ്രയം മഹത്തായ സമ്പത്തെന്ന് അബ്രഹാം കണ്ടു. അതിനെ വിശ്വസിച്ചു. അതിനേക്കുള്ളൊരു ദർശനം അവനുണ്ടായി. ഈ പ്രഭാതയാമത്തിൽ, ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ അബ്രഹാമിനെ പോലെ ദൈവത്തിൽ നിന്നുള്ളതായ പരിചയത്തെക്കുറിച്ചുള്ള ഒരു ദർശനം. ദൈവം നിനക്ക് പരിചയമായി വരുമ്പോൾ നിന്റെ സമ്പത്തുകളെല്ലാം സുരക്ഷിതമായിരിക്കും, നിന്റെ കുടുംബം സുരക്ഷിതമായിരിക്കും, നിന്റെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായിരിക്കും. ഒരുപക്ഷെ നിനക്ക് ധാരാളം സമ്പത്ത് കാണും. ദൈവം തന്നതെന്ന് നീ വിശ്വസിക്കുന്നതായിരിക്കാം, നീ സമ്പാദിച്ചതായിരിക്കാം, നിന്റെ വകയായിരിക്കാം. പക്ഷേ നിന്റെ ജീവിതത്തിൽ പരിചയമില്ല. ഈ പരിചയം ഇല്ലാത്തിടത്തോളം കാലം നിന്നെ ഭയം കീഴ്പ്പെടുത്തുകയാണ്. ഭയമാണ്. എവിടെ പോയിരുന്നാലും ഭയം. എൻ്റെ ഭാര്യ എവിടെ? എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ? എൻ്റെ മാതാപിതാക്കൾ എവിടെ? എൻ്റെ സമ്പത്ത് എവിടെ? എൻ്റെ വാഹനം എവിടെ? എങ്ങനെ നിന്റെ ഹൃദയത്തിൽ എപ്പോഴും ആവലാണ്. അതുകൊണ്ടൊന്നും അറിയാമോ? സമാധാനമില്ല. എന്നാൽ അബ്രഹാമിനോട് ദൈവം പറയുന്നതായ കാര്യം, നീ പോകുന്നിടത്തൊക്കെയും ഒരു പരിചയമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ പരിചയക്ക് മുൻപിൽ ദൈവം വയ്ക്കുന്നതായ സമ്പത്ത് അത് സുരക്ഷിതം. ആർക്കും തന്നെ തൊടുവാൻ കഴിയാത്തത്, ആർക്കും ശത്രുക്കൾക്ക് അപഹരിക്കാൻ കഴിയാത്തത്, അതും മിന്നി തിളങ്ങുന്ന വാളുമായി പരിചയമായി നിർത്തപ്പെട്ടിരിക്കുന്നതായ, ആക്കപ്പെട്ടിരിക്കുന്ന, നിയോഗപ്പെട്ടിരിക്കുന്നതായ ദൈവത്തിൻ്റെ സമ്പത്ത്, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഈ പ്രഭാതത്തിൽ കാണുവാൻ നിങ്ങളുടെ കണ്ണുകളെ തുറക്കുമോ? ഈ വർഷത്തിൻ്റെ അവസാനം അനേക സമ്പത്തുകൾ നമുക്കുണ്ടെങ്കിലും, അനേക കാര്യങ്ങൾ നമുക്ക് പ്രശംസിക്കാനുണ്ടെങ്കിലും പരിചയമില്ലാത്ത ഒരു ജീവിതം. ദൈവത്തിന് സ്തോത്രം. ഏത് ശത്രുക്കൾ വന്നാലും തടസ്സം പിടിക്കാൻ കഴിയാതെ നിലവിളിക്കുന്ന ഒരു അനുഭവം, ഭയന്നു പോകുന്ന ഒരു അനുഭവം, ഇതാ ദൈവം അതിനെ മാറ്റിയെടുക്കുന്നു. നിന്റെ ഭയത്തെ മാറ്റിയെടുക്കുന്നു. നീ സുരക്ഷിതത്വ ബോധം നിന്നിൽ സൃഷ്ടിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളിൽ, നിന്റെ കുടുംബത്തിൽ നിങ്ങൾ സുരക്ഷിതമുള്ളതായ ഒരു ബോധം വരുമ്പോൾ അവിടെ ആർപ്പിന്റെയും സന്തോഷത്തിന്റെയും അവിടെ വലിയൊരു ശബ്ദ കോലാഹലം. എന്താണെന്ന് അറിയാമോ? അവരെ സൂക്ഷിക്കുന്ന ദൈവത്തോടുള്ളതായ ഒരു നന്ദി പ്രകടനം. അവിടെ ഒരു ഗാനമുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു ഹല്ലേലൂയ, സ്തുതിയുടെയും സന്തോഷത്തിന്റെയും ഒരു വാക്കുകൾ അവിടെ തുടിക്കുകയാണ്. ദൈവം സന്തോഷിക്കുന്നു. ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനെന്ന് അവരെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൽ നിന്ന് ഇങ്ങനൊരു അനുഭവത്തെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ വർഷത്തിന്റെ അവസാനം നിന്റെ ഭവനത്തിൽ സുരക്ഷിതത്വം, ഒരു പരിച ദൈവം അവിടെ സ്ഥാപിക്കുവാൻ തക്കവണ്ണം നിന്റെ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിക്കട്ടെ. നിന്റെ പിൻപിൽ നിന്ന് ശബ്ദിക്കുന്നതായ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. അബ്രഹാമേ, ഞാൻ നിനക്ക് പരിചയം നിന്റെ സമ്പത്തുമാകുന്നു. പരിചയമില്ലാത്ത സമ്പത്ത് ഒരിക്കലും സ്വസ്ഥത തരികയില്ല, സമാധാനം തരികയില്ല, ആശ്വാസം തരികയില്ല, സ്വസ്ഥത അല്ലെങ്കിൽ സന്തോഷം തരികയില്ല, ഒരു പ്രത്യാശ തരികയില്ല, അതിൽ നിത്യതയില്ല. എന്നാൽ ദൈവം നമുക്ക് തരുന്ന സമ്പത്തോടുകൂടെ, നമുക്ക് തരുന്ന അനുഗ്രഹത്തോടുകൂടെ പരിചയം സ്ഥാപിക്കുമ്പോൾ അത് നിത്യമായ സന്തോഷവും എല്ലായ്പ്പോഴും നിലനിൽക്കുന്നതായ ഒരു സ്ഥിരതാബോധവും നമ്മളിൽ സൃഷ്ടിക്കും. അതെന്ന് നിലനിൽക്കുന്നതാണ്. ഈ പുതുവർഷത്തിൽ ദൈവം അതിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ, അതിന് അംശികളായി തീർക്കട്ടെ. God bless you.